എന്റെ ഏട്ടൻ എന്നെ പെങ്ങളായിട്ട് സ്വീകരിച്ചു. എന്താണ് സത്യം, ഏതാണ് സത്യം, ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പഴേ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നന്നായിട്ട് പിടുത്തം കിട്ടും. അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള കുഴി തോണ്ടിയത്, നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ആദ്യ ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ? വി കെ ബൈജു ഏപ്രിൽ 5-ാം തീയതി ജസ്ന സലീമിന്റെ വീട്ടിൽ വന്ന് അവരുടെ കയ്യിൽ ഒരു രാഗി അങ്ങ് കെട്ടി അവരെ സഹോദരിയായിട്ട് തീരുമാനമാക്കി എടുത്തിട്ടുണ്ട്. നല്ല കൂട്ടുകെട്ടാണ്, അടിപൊളിയാണ്. വി കെ ബൈജു അങ്ങനെ ഒറ്റക്കൊന്നല്ല കേട്ടോ വന്നിട്ടുള്ളത്, കൂടെ വേറെ ആൾ കൂടി ഉണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് നിങ്ങൾക്കുള്ള വിധി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിരന്തരമായിട്ട് ആളുകളെ അവഹേളിക്കാനാണ് ആ നാക്ക് ഉപയോഗിച്ചത്. ഗുരുവായൂർ കണ്ണൻ എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂർ കണ്ണനെ തന്നെ നിങ്ങൾ കരുവാക്കിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി തന്നെയാണ് നിങ്ങൾക്ക് പണി കിട്ടിയത്. നിങ്ങൾ അങ്ങനെ ഒരു ചിത്രം വരച്ച് മുന്നോട്ട് പോകുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ്. ഇവിടെ കോടതിയെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അല്ലെ? കോടതിയെ നിങ്ങൾ ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത്? അത് ജസ്ന സലീമിന്റെ പേര് കോടതി പറഞ്ഞിട്ടില്ല. ആരും വന്ന് ഫോട്ടോ എടുക്കരുത്, ആരും വന്ന് വീഡിയോ എടുക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങളൊരൊറ്റ ആള് കാരണം എത്ര വിശ്വാസികളായ ആളുകൾക്കാണ് അറിയോ അത് നിഷേധിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞറിയോ? എൻ്റെ പിറന്നാളിന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്കൊരു മെമ്മറി എന്നോണം ഞാൻ അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ എനിക്ക് എടുക്കാൻ കഴിയാതെ വരിക. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്, എനിക്ക് ആ ഒരു സാധനം വേണം, അത്ര തന്നെ. അത് നിങ്ങൾ മറ്റൊരു സമുദായത്തിൽ നിന്നും ആ സമുദായത്തെ പോലും നിങ്ങൾ കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തെറ്റാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് ആരാധിക്കുന്ന മുസൽമാന്മാർ പോലും നിങ്ങൾ അവഹേളിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നുണകള് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലും ശരിയായ കാര്യങ്ങളല്ല. തട്ടമിട്ട് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം, ഞാൻ തട്ടം അങ്ങ് മാറ്റി കുറി തൊട്ടാൽ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞ നിങ്ങളെ എന്ത് പറയാനാ? വി കെ ബൈജുവിനൊക്കെ നമ്മൾ നമിച്ചു പോയി കേട്ടോ. എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുക. ഹായ് ദേ എന്റെ ഏട്ടൻ. സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ. ഒരു മാസം ജയിലിൽ കിടന്നിട്ടാണ് വരുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ മേയറിനെ വിളിച്ചതാ. തെറി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കേസ് കിടന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് നേരെ വരുന്നത് പെങ്ങളെ കാണാനാ. പെങ്ങളെ കാണാൻ ആരുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചുതരാം. എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിട്ട് ഭയങ്കര സന്തോഷായി. ഒരിക്കലും പ്രതീക്ഷയില്ല, കണ്ണു തള്ളിപ്പോയി. വേറെ ആളുകൂടെ ഉണ്ട്. നല്ല പുള്ളി. ഇവരൊക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ഉദാഹരണം തരാം. മുസ്ലിം വിരുദ്ധത്തെ തലക്കടിച്ചുള്ള 2 പേരാണ്. ഒന്ന് ജാമിദ ടീച്ചർ, കണ്ണെടുത്ത കണ്ടൂടാ, ഫുൾ വീഡിയോസ് നിങ്ങൾ കണ്ട മനസ്സിലാവും. 2 വി കെ ബൈജു എന്നാണ് ഒരു മുസൽമാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് വി കെ ബൈജു ജയിലിൽ കിടക്കാനുള്ള കാരണം തന്നെ ഈ മതവിദ്വേഷം പറഞ്ഞിട്ടാ അല്ലേ? അതോ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടാ? ഇവർക്ക് ആകെ 2 പേർക്കുള്ള ലക്ഷ്യം ഇത് തന്നെ. എന്നിട്ട് ജസ്ന സലീമിന്റെ അടുത്തേക്ക് വരാനുള്ള കാരണമാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. എന്തായാലും നമുക്കത് വഴിയെ മനസ്സിലാക്കാം. എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. 60 കോടിയുടെ വീട് കണ്ടു, കീഴടക്കി. എന്നാലും 60 കോടിയൊക്കെ കൊച്ചുണ്ടാക്കിയല്ലോ കേട്ടോ. സംഭവം ജസ്നയുടെ വീട് ഞങ്ങൾ കണ്ടു, ജസ്നയെ കണ്ടു. ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് 60 കോടിയുടെ വീട് അത്ഭുതത്തോടെ കാണാൻ വേണ്ടി കോപ്പി എടുക്കുന്നത് കണ്ടു. പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ജസ്നൊരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ കാരണം കേട്ടോ. ഇനിയിപ്പോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ജസ്നെ വീഡിയോ എടുക്കും. കാരണം ഒരു തെളിവ് വേണം. വീട്ടിൽ വന്നു പോയതല്ലേ, അങ്ങനെ ഒരുപാട് തെളിവുകളൊക്കെ വെച്ച് ഒരുപാട് ആളുകൾക്ക് പണി കൊടുത്ത ആളാണേ. ഇവരെ ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ ഇവരിങ്ങനെ ഫോട്ടോസ് വരയ്ക്കുന്നു, വിൽക്കുന്നു, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. ഇതിപ്പോ ഹിന്ദു വരച്ചാലും മുസൽമാൻ വരച്ചാലും ക്രിസ്ത്യൻ വരച്ചാലും ചിത്രം കലയ്ക്ക് എന്ത് മതമാടെ എന്ത് ജാതിയാടെ ഉള്ളത് ആര് വരച്ചാലും അതിന്റെ ആ ഒരു മനോഹാരിത നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങി വെക്കും. അത് നല്ല കാര്യമാണ്. അവർ ജീവിച്ച് പൊക്കോട്ടെ. ഏത് വീഡിയോയിലാണ് ഞാൻ അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ്, നല്ല പോലെ വരക്കട്ടെ, മുന്നോട്ട് പോട്ടെ എന്ന്. പക്ഷെ ഇവർക്കെതിരെ ആളുകൾ തിരിയുന്ന കാരണം എന്തുകൊണ്ടാ? ഇവർ നേരെ ഗുരുവായൂർ അമ്പലനടയിലേക്ക് വരുന്നു. അവിടെ ഓൾറെഡി അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, അതായത് അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം. ചിത്രം, ഫോട്ടോ അതൊന്നും എടുക്കരുത് എന്നുള്ള കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരവിടെ ചെല്ലുകയാണ്. എന്നിട്ടോ വീഡിയോയിലൂടെ നിരന്തരമായിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവഹേളനത്തിനെതിരെയാണ് ആളുകൾ സംസാരിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ 60 കോടിയുടെ വീട്, അതൊക്കെ ഇനി കാലം തെളിയിക്കും. 60 കോടിയാണോ 50 കോടിയാണോ എന്നൊക്കെ ഉള്ളത്
ഇവർ എത്ര കയ്യിൽ നിന്ന് എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ വി കെ ബൈജും ജാമിദ ടീച്ചർ എന്തൊരു ഉഷാറായിട്ടാണ് പോയിട്ടുള്ളത്. എന്തിനാ പോയിട്ടുള്ളത്? അവരുടെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ അത്രേ. ഉളുപ്പുണ്ടോടോ നിങ്ങൾക്കൊക്കെ? ഉളുപ്പുണ്ടോ? ഇവിടെ ഒരു വിശ്വാസി പോലും ജസ്ന സലീമിന്റെ കൂടെ ഇല്ല. അത് ഹിന്ദുവിൽ നിന്നാണെങ്കിലും മുസൽമാന്മാരിൽ നിന്നാണെങ്കിലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാ. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ ആണ് ജസ്ന സലീമിന്റെ, കാണാം. നമസ്കാരം, ഞാൻ ജസ്ന സലീം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവുണ്ടാവും. അതേപോലെ എന്റെ ജീവിതത്തിലും ഒരു വഴിത്തിരിവുണ്ടായി. നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഞാൻ വരച്ച ഒരു കണ്ണന്റെ ചിത്രം സമ്മാനമായിട്ട് നൽകാൻ എനിക്കൊരു അവസരം കിട്ടി. അതോടൊപ്പം എന്റെ കഷ്ടകാലവും തുടങ്ങി എന്ന് പറയാം. ആ കഷ്ടകാലം തുടങ്ങിയത് യഥാർത്ഥത്തില് നിന്റെയല്ല, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയും മുസ്ലിം സമുദായത്തിലുള്ള കുറച്ച് ആളുകളുടെയാണ്. ഞാനത് വിശദീകരിച്ച് തന്നെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഇവരൊരു വിശ്വാസിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ആ വീഡിയോന്റെ തൊട്ട് മുമ്പിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണനെ കാണാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ, കണ്ണനും കൂടി വിചാരിക്കണം. അപ്പോൾ കണ്ണൻ എന്നെ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കണ്ണനിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് ഉസ്താദ് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. ഇവർ മദ്രസയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു സമുദായത്തെ അല്ലേ മോശപ്പെടുത്തിയിട്ടുള്ളത്, കുറ്റപ്പെടുത്തിയിട്ടുള്ളത്? അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്ത്രീ പറയാണ് ഒരു മാല, പേപ്പർ കൊണ്ട് മാല ഇട്ടതാണ് പ്രശ്നമായതുള്ളത്. അതായത് അമ്പലത്തിന്റെ കുറച്ച് മുന്നിൽ വെച്ചിട്ട് പേപ്പർ കൊണ്ട് കണ്ണന് ഹാരം സമർപ്പിച്ചു, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. കണ്ണ് നമ്മൾ ഏത് വസ്തു ഉപയോഗിച്ച് മാല ഇട്ട് കൊടുത്താലും അത് കണ്ണനാണ് സ്വീകരിക്കേണ്ടത്, നിന്റെ തന്തയില്ല എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം എവിടെയാണ് കിടക്കണത്? അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ല, നമുക്ക് ഇനി ഇതും കൂടി കേൾക്കാം. എന്നതിന് ശേഷം BJP-ക്കാരും RSS-കാരും എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതിന് മാത്രം വലിയ അപരാധമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുന്നത്? ഞാനൊരു മുസ്ലിം കുട്ടിയായിട്ടാണോ നിങ്ങൾ ഇത്രയും എന്നെ ഉപദ്രവിക്കുന്നത്? ഇതെല്ലാം വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതേപോലെ MP സുരേഷ് ഗോപി മുഖാന്തരമാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. സുരേഷ് ഗോപിക്കും അതേപോലെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിനും ഞാൻ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കിട്ടാത്തൊരു അവസരം എനിക്ക് കിട്ടിയത് നിങ്ങൾ ഇത്ര വലിയ തെറ്റായിട്ട് കാണരുതെന്നൊരു അപേക്ഷ മാത്രമേ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് സുരേഷ് ഗോപി അങ്ങ് ശൂന്യാകാശത്ത്, അപ്പൊ താഴെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ സുരേഷ് ഗോപി ഒരൊറ്റ ആള് കാരനാണ് ഇവർ ഈ രീതിയിലായി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വിശ്വാസികളും BJP-ക്കാരും എല്ലാവരും ഉണ്ട്. നരേന്ദ്രമോദിയെ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് തന്നെ BJP പ്രവർത്തകർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പോയി. അതോടുകൂടി ഇവിടെ എല്ലാ വിശ്വാസികളുടെയും കുത്തക മുതലാളിമാരല്ല RSS-കാർ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, BJP-കാരുണ്ട്. ഈ 3 പാർട്ടിയിലുള്ള ആളുകളിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം കൃത്യമായി അമ്പലത്തിൽ പോകുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഞാൻ പള്ളിയിലും പോക്കുണ്ട്, അമ്പലത്തിലും പോക്കുണ്ട്. എനിക്കെന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ പോയി. എനിക്കെന്നെ തോന്നുകയാണ് ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് തോന്നിയാൽ ഞാൻ പോവും. ഇപ്പൊ മറ്റന്നാ വിഷു അല്ലേ, വിഷുവിന് നമ്മൾ പോവില്ലേ? പോവും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. വിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതിന് എതിരെയാണ് അന്ന് ഞങ്ങളാണ് മുതലാളിമാർ എന്ന് പറഞ്ഞ BJP-ക്കാര് പ്രവർത്തകർ മുന്നിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് അതേ BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന, അതേ ഹൈന്ദവന് വേണ്ടി സംസാരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന VK ബൈജു എന്താ ചെയ്തത്? ജയിലിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് കാണാൻ പോയിക്കുക. വല്ലാത്തൊരു മനസ്കത തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത്. കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കണ്ണനോട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കോടതിയിൽ നിന്നും വിധി വന്നു. പോലീസുകാർ നാനാഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴായാലും പൊക്കാതിരിക്കില്ല. നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാ. പിന്നെ VK ബൈജുവിന് എന്താണ് നിരപരാധിത്വം തെളിഞ്ഞിട്ടാണോ വന്നത്, ജാമ്യത്തിലാണോ വന്നത് എന്നുള്ളത് VK ബൈജു പറയട്ടെ. ഇത്ര നേരമായിട്ടും VK ബൈജു ഒരു വീഡിയോ പോലും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. മിണ്ടാൻ കഴിയില്ല. കാരണം ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു പോയില്ലേ. ഇനി എന്ത് പറഞ്ഞാലും സംഖ്യകളിട്ട് ഊക്കും. സംഖ്യകളുടെ ഊക്ക് സ്വന്തം വാങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ജാമിദ ടീച്ചറും എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് കേൾക്കാം. ഒട്ടും പ്രതീക്ഷയില്ല. ശരിക്കും ഞാൻ കണ്ണു തള്ളിപ്പോയിട്ട് ഇവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചറെ വീട്ടിൽ വന്നതാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇങ്ങനെ ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം. അങ്ങനെ വന്നു കണ്ടു കീഴടക്കി. നമുക്ക് ആരോടും സ്ഥായിയായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത്, ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. ഇത്ര ദിവസമായിട്ടും ജാമിദയെ അനക്ക് യാതൊരു ബോധ്യവും വന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത്.
അവരുടെ യൂട്യൂബിലെയും സോഷ്യൽ മീഡിയയിലെയും വീഡിയോസ് ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് ഭയങ്കര സ്ഥായിയായിട്ട് എന്താ വാക്കുകളുടെ ഒരു ശുദ്ധി കണ്ടോ. നമുക്ക് അങ്ങനൊന്നും പറയാൻ അറിയില്ലേ, നമുക്ക് പച്ചയായിട്ട് പറയാനേ അറിയുള്ളൂ. ഇവർ നിരന്തരമായിട്ട് ഹിന്ദുവിനെ ആണെങ്കിലും മുസൽമാനാണെങ്കിലും നിരന്തരമായിട്ട് ഇവർ അവഹേളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല, അവർക്ക് സ്ഥായിയായിട്ട് മനസ്സിലായില്ല പോലും. കൊള്ളാം കൊള്ളാം കൊള്ളാം. കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല മാന്യ പ്രേക്ഷകരെ. കാരണം നമ്മൾ ഇപ്പോ ജസ്നയ്ക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് എനിക്ക് അവരോട് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം തെറ്റ് ആരെടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലല്ലോ നമ്മളാരും. നമ്മളടുത്തൊക്കെ ഒരുപാട് ഏത് ഒന്നും തെറ്റ് ചെയ്യാത്ത ഏത് തെറ്റ് ചെയ്യാത്തവനുണ്ട് നമ്മളെ കാണുന്നത്. തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. യേശുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ എന്നെ കല്ലെറിയട്ടെ എന്നുള്ളത്. അപ്പൊ പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലല്ലോ അല്ലേ ബൈജുവേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെ? ഇവിടുത്തെ കോടതി വിധിക്കെതിരെ സംസാരിച്ചിട്ടില്ല, കോടതിയെ ചോദ്യം ചെയ്തിട്ടില്ല, വിശ്വാസികളായ ആളുകളെ ഒന്നും പറഞ്ഞിട്ടില്ല, ആരെയും തന്തക്ക് വിളിച്ചിട്ടില്ല. ഒരു സ്ത്രീയെ മച്ചി എന്ന് വിളിച്ചതൊന്നും നിങ്ങൾ കേട്ടില്ലേ? അൻസാരി എന്ന് പറയുന്ന നട്ടലുള്ള ഒരു ഉസ്താദ് കൃത്യമായി ജസ്ന സലീമിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ കഴിവുള്ളവരെയാണ് സ്ത്രീകൾ എന്ന് പറയുക. ഇവിടെ ഇവർ മച്ചിയാണ് എന്ന് അവർക്കെതിരെ സംസാരിച്ച ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ അവഹേളിച്ചത് നിങ്ങൾ ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ? വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ബൈജുവേ അനക്ക്. ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ ബൈജുവിനെ തേച്ചൊട്ടിക്കാതെ മറ്റേ വാക്കുകൾ ഉപയോഗിക്കാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല, അതുകൊണ്ടാണ്. നമ്മളൊന്നും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ജസ്നയ്ക്ക് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളായിട്ടൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. അത് നമ്മൾ വീണ് കിടക്കുന്നതിനെ ചവിട്ടുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. എന്താണ് എന്റെ പൊന്നു മോനെ നീ പറഞ്ഞു വെക്കുന്നത്? മനസ്സിലാവുന്നില്ല. ആരുടെ സഹോദരി? എന്റെ പൊന്നു ബൈജുവെ, നിന്നെ ഈ RSSകാര് തന്നെ ഈ ഒരൊറ്റ വീഡിയോ കുത്തിപ്പൊക്കിയതിന്റെ ഭാഗമായിട്ട് പുറത്തിടും. ഇവർക്ക് ആ ഒരു തെറ്റ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷം കൊണ്ട് അവര് മുന്നേ ചെയ്ത മുഴുവൻ വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അവര് തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവര് തെറ്റല്ല ചെയ്തത്. പകരം ആ വീഡിയോ ഇനിയും ഓടും, ഇനിയും ആളുകൾ അത് ചർച്ച ചെയ്യും, ഇനിയും ക്യാഷ് വരും. മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഈ കളി കളിക്കണതേ. നിങ്ങൾ ഏറ്റവും അവസാനം ഒരു മാസത്തെ വീഡിയോ ഒന്ന് എടുത്തു നോക്ക്. എന്നതിന് ശേഷം പറ ബൈജുവേ. നമ്മൾ വീണ് കിടക്കുന്നവന് കൈ കൊടുത്ത് എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ ശക്തിമാൻ, അത് നമുക്കനുസരിച്ചുള്ള ശക്തിമാൻ ആയാൽ മാത്രമേ അയാളോട് തല്ലാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ജസ്നയെ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ ദ്രോഹിക്കുന്ന ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കൊണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? ആ അമ്പലത്തിൽ പോവുകയും ഒരു വീഡിയോ എടുക്കുകയും ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിലാക്കിയത് ജസ്ന സലീം ആണെങ്കിൽ അവരോട് ഇവർക്ക് എങ്ങനെയാണോ ഒരു ഇത് തോന്നുക? ആർക്കും തോന്നൂല. ഇവരെന്നെ തള്ളിപ്പറയുന്നത് ഈ പറയുന്ന ഹൈന്ദവം മാത്രമല്ല എന്നുള്ള കാര്യം VK ബൈജുവേ നീ മനസ്സിലാക്കണം. നിനക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ, ജാമിദ ടീച്ചർക്കും ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇവർക്കെതിരെ സംസാരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി ഡയലോഗ് അടിക്കണോ. അറിയുന്ന തൊഴിൽ ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെ അല്ല. നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരു ആണിനെ കണ്ടാ പിന്നാലെ കൂടി തല്ലുക, അതല്ലെങ്കിൽ പോക്സോ വ്യാജമായിട്ട് കേസുകൾ കൂടെ. ഇപ്പൊ ഇവർക്കെതിരെയുള്ള ആരോപണമൊക്കെ എന്താ, വ്യാജമായിട്ട് ഇവർ ഒരുപാട് കേസ് കൊടുത്തു എന്നൊക്കെയാണല്ലോ. അപ്പൊ അതിലും അല്പ കാര്യങ്ങൾ ജസ്നയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചു, മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ടീച്ചറോട്, ഞാൻ ടീച്ചറെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ജസ്നയുടെ വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൂടെ പോവാന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. നല്ലൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നേരത്തെ ചേച്ചി പറഞ്ഞത്? താത്ത പറഞ്ഞ ഡയലോഗ് എന്താണ്? അധ്വാനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്, ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ആ മാന്യതയോട് കൂടിയിട്ടാണ് ജസ്ന സലീം ജീവിച്ചിരുന്നത് എങ്കിൽ ഒരാളും ഒന്നും പറയില്ലായിരുന്നു. അവർക്ക് ആ ഫോട്ടോ കൃത്യമായി വിൽപ്പന നടത്തി ജീവിക്കാമായിരുന്നു. പകൽക്കൊള്ള പോലെയുള്ള പണം വാങ്ങിക്കൊണ്ട് ആ ഒരു ഫ്രെയിം വിൽക്കുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്തതാണോ തെറ്റ്? ഗുരുവായൂർ അമ്പല നടയിൽ വന്ന് അവിടെയുള്ള വിശ്വാസികളെ ബുദ്ധിമുട്ടിച്ചതല്ലേ തെറ്റല്ലേ? അതൊക്കെ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനെ ഇങ്ങനെ കൊഞ്ഞലം കുത്തിയിട്ട് തന്നെ ഉത്തരം പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് യാതൊരു യോഗ്യതയും ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല. ഇപ്പൊ ജസ്ന സലീമിനെതിരെ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് കോടതി തന്നെ ഇറങ്ങിക്കുക, രംഗത്ത് വന്നിരിക്കുകയാണ്. കേസെടുത്ത കേസാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ട് ചാച്ചിമാരെ.
അതുകൊണ്ട് ദ്രോഹിക്കുന്നവരോട് പറയാനുള്ളത്, ഹിന്ദു നാമത്തിലിരുന്നു കൊണ്ട് ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന ആ ഒരു വ്യാഖ്യാനത്തോടു കൂടി സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ സിംഹങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, തെറ്റ് പറ്റിയത് തിരിച്ചറിഞ്ഞ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുള്ള നമ്മുടെ സഹോദരിയെ ചേർത്ത് പിടിക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ, ജസ്ന സലീമിനോട് ഒരു കാര്യം പറയും. മുഴുവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ. എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അവർ കളിയാക്കിയ, അവർ അവഹേളിച്ച, അവർ അപമാനിച്ച സ്ത്രീകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് പറയാം. ഓക്കെ, പിന്നെ ഹിന്ദുവിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവനോ, ക്രൈസ്തവന് വേണ്ടി മാത്രം സംസാരിക്കുന്നവനോ, മുസൽമാന് വേണ്ടി മാത്രമോ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ല ഞാൻ എവിടെ ശരിയെന്ന് തോന്നുന്നു അവിടെയൊക്കെ സംസാരിക്കും. ഈ വിഷയത്തിൽ ജസ്ന സലീം 100% തെറ്റാണ്. അങ്ങനെ 100% തെറ്റായ ഒരാളെടുത്ത് VK ബൈജുവിനെ പോലെയുള്ള ഒരാൾ വന്ന് ന്യായീകരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി, ജസ്ന സലീം എന്താണോ അത് തന്നെയാണോ ഈ രണ്ടുപേരും. ഒരു തർക്ക വിഷയത്തിൽ വേണ്ട. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത്രേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ബൈജേട്ടൻ പറഞ്ഞു. അങ്ങനെ പറയരുത്, മാപ്പും കോപ്പൊന്നും പറയരുത്. കോടികളുടെ അസറ്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ കോടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ ബൈജുവിന്റെ കൂടെ ജാമിന ടീച്ചർ വന്ന് കാമുകനും കാമുകിയും വന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ഊളന്മാരെ ഹണി ട്രാപ്പിൽ ഞങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ജസ്ന പെങ്ങളാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾ ആര് എന്ത് രൂപത്തിൽ ഏത് കണ്ണിൽ കണ്ടാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല. യെസ്, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ആ ജയ് ഹിന്ദ് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എടാ പോയി ചത്തുള്ള, എവിടുന്നാടാ നീയൊക്കെ വരുന്നത്? ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഗർജിക്കുന്ന സിംഗമാണെന്ന് പറഞ്ഞ് നടക്കുന്ന VK ബൈജുവിനെയാണ് നമ്മളിപ്പോ കണ്ടത്. ഒരാള് പോലും സപ്പോർട്ട് ചെയ്യാത്ത ജസ്ന സലീമിനെ വീട്ടിൽ പോയി സപ്പോർട്ട് ചെയ്യുന്നു. കൊള്ളാം. മാപ്പും കോപ്പൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറയുന്ന ഇവൻ ഏതാ? ഇവനൊക്കെ ആരെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടായി പോയിരിക്കുന്നത്? അല്ലെങ്കിൽ ആരാ ഈ ജാമിദ് ടീച്ചർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വളരെ വളരെ മോശമായി പോയിട്ടോ. മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ജസ്ന സലീം എന്ത് ചെയ്യണമായിരുന്നു അറിയോ? മുഴുവൻ വീഡിയോസ് ആണ് ഡിലീറ്റ് ചെയ്തിട്ട് ഖമ എന്നൊരക്ഷരം മിണ്ടാതെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണം. ഇനി മാപ്പും കോപ്പും തേങ്ങയും മാങ്ങൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞു ശരിയാ. ഇനി നമുക്ക് നേരെ ജയിലിലേക്ക് പോകാം. അരിയുണ്ടകൾ അത് എത്രത്തോളം വലുതാണോ എത്രത്തോളം ചെറുതാണെന്നതിന്റെ കണക്കെടുക്കാം. സെല്ലുകളിൽ എത്ര കമ്പികളുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊക്കെ ചെയ്ത് അവിടെ ഒരു മൂലയിൽ കൂടുകയാണ് ഏറ്റവും നല്ലത്. ഇവിടെ കൃത്യമായിട്ട് എല്ലാവരും ഈ ജസ്നയ്ക്കെതിരെ സംസാരിക്കുന്നു. എന്തുകൊണ്ട്? അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. ഒരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓരോ ആളുകൾ നിരന്തരമായിട്ട് ഇനി കേസുകൾ ഫയൽ ചെയ്യും. ഒരു തർക്കവും ഈ വിഷയത്തിൽ വേണ്ട. എൻ്റെ പൊന്നു ജസ്ന സലീമെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിന് പിടികൊടുക്കുകയാണ് നല്ലത്. അല്ലാത്ത പക്ഷം വളരെ വളരെ നാണക്കേടായിരിക്കും. നിലവിൽ വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും പറയുക, VK ബൈജു, ജാമിദ് ടീച്ചർ എങ്ങനെയുള്ള ആളുകളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.